കട്ടപ്പന നഗരസഭാ കൗൺസിൽ യോഗം ചേർന്നു. 24ഓളം അജണ്ടകളാണ് കൗൺസിൽ യോഗത്തിൽ വെച്ചത്. നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഓരോ വാർഡുകളിലേക്കും വെച്ച തുക വെട്ടിക്കുറച്ച സർക്കാർ നടപടിയിൽ പ്രതിഷേധവും ഉയർന്നു. 27 അജണ്ടകളാണ് യോഗത്തിന് മുന്നിൽ സമർപ്പിച്ചത്. പ്രധാനമായും കട്ടപ്പന നഗരസഭ കുടിവെള്ള പദ്ധതികളുടെ നിർവഹണം ഭൂഗർഭജല വകുപ്പിനെ ഏൽപ്പിക്കുവാൻ കൗൺസിൽ യോഗം തീരുമാനിച്ചു. ഭിന്നശേഷിക്കാർക്ക് മുച്ചക്ര വാഹനം നൽകുന്നുള്ള പദ്ധതി, നഗരസഭ മാലിന്യ സംഭരണ കേന്ദ്രങ്ങളിൽ ലെഗസി ഡംപ് സൈറ്റുകൾ സ്ഥാപിക്കുന്നുള്ള പദ്ധതി തുടങ്ങിയ നിരവധി അജണ്ടകൾ കൗൺസിൽ യോഗത്തിൽ അംഗീകാരത്തിനായി സമർപ്പിച്ചിരുന്നു. കട്ടപ്പന നഗരസഭയുടെ ഭാഗമായ നത്തുകല്ലിൽ വെൽനസ് സെന്റർ ആരംഭിക്കുന്നതിന് തീരുമാനമായിട്ടുണ്ട്. സെന്ററിന്റെ ഉദ്ഘാടനം 22-ാം തീയതി 11 മണിക്ക് നടക്കും. 3 വെൽനസ് സെന്ററുകളാണ് കട്ടപ്പന നഗരസഭയ്ക്ക് അനുവദിച്ചിരിക്കുന്നത്. കുടിവെള്ള ക്ഷാമത്തിനെ പരിഹരിക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ, മാർഗരേഖകൾ പുറപ്പെടുവിച്ചിട്ടില്ല. സർക്കുലറുകളൊന്നും ഉത്തരവുകളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ കല്യാണത്തണ്ട് പോലെയുള്ള പ്രദേശങ്ങളിൽ അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം നിലനിൽക്കുകയാണ്. ആ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് ആവശ്യമായ ഉത്തരവുകൾ നൽകണമെന്ന് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറോട് അഭ്യർത്ഥിക്കുന്നതിന് ഇന്നത്തെ കൗൺസിൽ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. 2025-26 വാർഷിക പദ്ധതിയിൽ ഓരോ വാർഡിലും 41.50 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. എന്നാൽ സംസ്ഥാന സർക്കാർ ഈ തുക വെട്ടിക്കുറച്ചതിനെതിരെ പ്രതിപക്ഷ കൗൺസിലർമാർ രംഗത്തെത്തി. പ്രഖ്യാപനം നടത്തിയതിനു ശേഷം തുക വെട്ടിക്കുറച്ചത് ജനങ്ങളോട് കാണിക്കുന്ന അനീതിയാണെന്ന് കൗൺസിലർമാർ ആരോപിച്ചു. അപ്പം നമുക്കറിയാം, ഒരു വാർഡുകളിലൊക്കെ കുടിവെള്ളമാണേലും റോഡുകളാണേലും എത്ര പൈസ കിട്ടിയാലും തികയാത്ത അവസ്ഥയാണ്. ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്നാണേലും സർക്കാരിൽ നിന്നാണേലും ജനങ്ങളിൽ നിന്ന് മേടിക്കുന്ന ഒന്നിനും കുറവില്ല. കാരണം വീടുകാരം കൂട്ടുന്നുണ്ട്. ഇപ്പം ഹരിതകർമ്മ സേനയുടെ യൂസർഫീ വർദ്ധിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു കാര്യത്തിനും എപ്പോഴും വെട്ടിക്കുറവുള്ളതാണ്. അതുകൊണ്ട് ഇന്നത്തെ കൗൺസിലിൽ ഇത് പറഞ്ഞിട്ട് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ വളരെ മൗനം പാലിക്കുകയാണ് ചെയ്തത്. ഇക്കാര്യം കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിച്ചപ്പോൾ ഭരണപക്ഷം മൗനം പാലിച്ചുവെന്നും ഓരോ വാർഡിലും വികസന പ്രവർത്തനങ്ങൾക്കായി തുക തികയാതെ വരുന്ന സാഹചര്യമാണെന്നും അതിൽ നിന്നും തുക വെട്ടിക്കുറച്ചാൽ രൂക്ഷമായ പ്രതിസന്ധികൾ ഉണ്ടാകുമെന്നും ഇവർ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.